ചേട്ടന്മാരെ, ചേച്ചിമാരെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. എന്നിട്ട് എന്റെ കൂടെ ഒന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചേ. ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഇച്ചിരി ഒച്ചത്തിൽ പറഞ്ഞേ. ചിലരുടെ ഉള്ളിൽ നിന്ന് അതങ്ങോട്ട് വരുന്നില്ല. കാരണം ഇത് പറയാൻ പോലും പറ്റുന്നില്ല. 10 തവണ പറഞ്ഞാൽ തന്നെ ഇത് സംഭവിച്ചോളൂ. ഒച്ചത്തിൽ പറഞ്ഞോളൂ. ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒന്നും കൂടെ പറഞ്ഞേ. ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരെഴുതിയ സുവിശേഷത്തിലാണ്? വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 28-ാം തിരുവചനം. നിന്നെ ആരെങ്കിലും ശപിക്കുന്നുണ്ടെങ്കിൽ അവരെ അനുഗ്രഹിച്ച് നീ പ്രാർത്ഥിക്കണം, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ചിലപ്പോൾ നിന്റെ അയൽവാസികൾ നിന്നോട് പറയും, നിന്നെ വീട്ടിലെ അല്ലേ, നീ നന്നായി അല്ലടാ, നീ ഗുണം പിടിക്കുകയല്ലടാ. അപ്പൊ ഉടനെ തന്നെ തിരിച്ച് നമ്മൾ എന്ത് പറയും? നീ ഇന്ന വീട്ടിലെ അല്ലേ, നീ ഒരിക്കലും നന്നായി അല്ല. അങ്ങനെ പറയരുത്. മറിച്ച് വചനം പഠിപ്പിക്കുന്നവര് ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുവിൻ. നമ്മളോട് അയൽവാസികൾ പലതും പറയും. ഒരുപക്ഷെ നമ്മുടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ കുറിച്ചൊക്കെ വരെ പറഞ്ഞു കളയും. നിന്റെ അപ്പൻ അങ്ങനെ ചെയ്തതല്ലേ, നിന്റെ അമ്മ ഇങ്ങനെ ചെയ്തതല്ലേ, നിന്റെ കുടുംബം ഇങ്ങനെ ചെയ്തതല്ലേ, ഞങ്ങൾക്കറിയാം, നീയൊക്കെ ഒന്നും ഗതി പിടിക്കുകയല്ല, ഗുണം പിടിക്കുകയല്ല എന്ന് അവർ പറയുമ്പോൾ ഉടനെ തന്നെ തിരിച്ച് പറയരുത്. മറിച്ച് എന്ത് ചെയ്യണം? ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം. അടുത്തിരിക്കുന്ന ആളോടതൊന്ന് പറഞ്ഞു കൊടുത്തേ. ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം. ശപിക്കുന്ന അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെ നാണം കെടുത്തുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളെക്കുറിച്ച് ഇല്ലാ കഥകൾ പറയുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. വളരെ പെയിൻഫുള്ളാണ്, വേദനാജനകമാണ്. പക്ഷേ ഇത് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ മുതൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു സമാധാനമുണ്ട്. നമ്മുടെ ജീവിത അവസ്ഥയ്ക്ക് വലിയൊരു വ്യത്യാസം സംഭവിക്കും. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യൂ. ഇത് അയൽവാസി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് മാത്രമല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കും, നിങ്ങളുടെ ഇടവകയിൽ നിങ്ങളുടെ കൂടെ പള്ളിയിൽ വരുന്ന വ്യക്തിയായിരിക്കും. നിങ്ങളെക്കുറിച്ച് ഇല്ലാ കഥകൾ പറയും. നിങ്ങൾക്ക് വിഷമം തോന്നും. കാരണം എന്താ? നമ്മുടെ കൂടെ നടന്നിട്ട് നമ്മളെക്കുറിച്ച് ഇല്ലാ കഥ പറഞ്ഞു. അതാണ് നമുക്ക് വിഷമം. സങ്കീർത്തകനൊക്കെ പറയുന്ന പോലെ ശത്രുവാണ് ചെയ്തിരുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതാരാ? ഒരുമിച്ച് ഒരേ മേശയിൽ ഭക്ഷണം കഴിക്കുന്നവര് നിന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ പറയും. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് വല്ലാത്ത വിഷമം തോന്നും. നമ്മളെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം.